കഴിഞ്ഞ വർഷത്തെ മികച്ച താരത്തിനുള്ള ദ ബെസ്റ്റ് പുരസ്കാരം ഫിഫ ഇന്ന് പ്രഖ്യാപിക്കും. അവസാന ചുരുക്കപ്പട്ടികയിൽ 3 പേരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. പാരീസിൽ ഇന്ത്യൻ സമയം രാത്രി 1:30 പുരസ്കാര ചടങ്ങ് ആരംഭിക്കുക. ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ, കരീം ബെൻസേമ ഫുട്ബോൾ ലോകത്തെ പകരം വെക്കാനില്ലാത്ത താരങ്ങൾ. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിനായി 3 താരങ്ങളും അവസാന ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ പാരീസിലെ പുരസ്കാര രാവ് ആർക്കൊപ്പം നിൽക്കുമെന്നത് പ്രവചനാതീതം. എങ്കിലും 36 വർഷത്തെ കിരീട വരൾച്ച അവസാനിപ്പിച്ച അർജന്റീനയ്ക്ക് കിരീടം സമ്മാനിച്ച നായകൻ ലയണൽ മെസ്സിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മെസ്സി 2019 ശേഷം വീണ്ടും ഫിഫ ദ ബെസ്റ്റായി തെരഞ്ഞെടുക്കപ്പെടും എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ 2 തവണയും പോളണ്ട് താരം റോബർട്ട് ലെവൻഡോവ്സ്കിയാണ് മികച്ച താരമായത്. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിനും ഫ്രഞ്ച് ടീമിനും നടത്തിയ മിന്നും പ്രകടനങ്ങളാണ് ബെൻസീമയെ അവസാന റൗണ്ടിൽ എത്തിച്ചത്. ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയതടക്കമുള്ള പ്രകടനങ്ങളാണ് ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയുടെ അക്കൗണ്ടിലുള്ളത്. അതേസമയം മികച്ച വനിതാ താരമാകാൻ ഇംഗ്ലീഷ് താരം ബെത്ത് മിയാത്ത്, അമേരിക്കയുടെ അലക്സ് മോർഗൻ, സ്പെയിനിന്റെ അലക്സിയ പുറ്റിയാസ് എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. 2016 മുതലാണ് ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ആരംഭിച്ചത്. മികച്ച പുരുഷ പരിശീലകനാകാനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് അർജന്റീനയുടെ ലയണൽ സ്കലോണി, റയൽ മാഡ്രിഡിന്റെ കാർലോ ആൻസിലോട്ടി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ് ഗാർഡിയോള എന്നിവരാണ്. അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ്, ബെൽജിയത്തിന്റെ ടിബോ കോർത്തസ്, മൊറോക്കോയുടെ യാസീം ബോണോ എന്നിവരാണ് മികച്ച ഗോളിക്കുള്ള പുരസ്കാരത്തിനായി മത്സര രംഗത്തുള്ളത്. ഈ പുരസ്കാരങ്ങൾക്കൊപ്പം മികച്ച ഗോളിനുള്ള പുഷ്കാസ് പുരസ്കാരവും ഫിഫയുടെ ലോക 11നെയും ഇന്ന് പ്രഖ്യാപിക്കും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.